അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ നമ്മൾ തവക്കുലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം ആളുകൾ അത് കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് സാധാരണക്കാർ, അസാധാരണക്കാർ, അസാധാരണക്കാരിലെ അസാധാരണക്കാർ. അതേപോലെ തവക്കുലിനും ഈ ഒരു ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഈ തവക്കുൽ മനസ്സിലാക്കണം. നമ്മുടെ തവക്കുൽ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം, നമ്മുടെ നീഡ്സ് എന്താണോ ആ ആവശ്യം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ നീ എനിക്ക് ഈ കാര്യം നടത്തി തരണം എന്ന് അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണി എന്താണോ അത് നമ്മൾ ചെയ്യുക. ആ കാര്യം നടത്തിത്തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പണിയെടുക്കുക. അധ്വാനം നമ്മുടേതാണ്, ഫലം തരുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസത്തോടു കൂടി ആ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഗുണം എന്താണ്? നമ്മൾ അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ ചികിത്സയുടെ ആവശ്യത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വലിയൊരു എമൗണ്ട് ആവശ്യം വരുന്നു. അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷയുള്ള ചില ആളുകളെ നമ്മൾ സമീപിക്കുന്നു. അയാളിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു. അള്ളാഹുവെ എനിക്കിത്ര പൈസ ആവശ്യമുണ്ട്, എൻ്റെ കുട്ടിയുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എനിക്കിത്ര പൈസ ആവശ്യമുണ്ട്, അപ്പോൾ എനിക്ക് ആ പൈസ കിട്ടണം, ഞാൻ ഇന്ന ആളുടെ അടുത്ത് പോകുന്നു എന്ന നീയത്തോടു കൂടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പോവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ തവക്കുൽ അള്ളാഹു അല്ലാത്ത ഈ വ്യക്തിയിലേക്കായി പോകാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വ്യക്തിയിലേക്കായാൽ എന്ത് സംഭവിക്കും? ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടാഞ്ഞാൽ നമുക്ക് സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പിന്നെ അയാളെ ചീത്ത പറയുക, കുറ്റം പറയുക, ഇതൊക്കെ സംഭവിക്കും. നേരെ മറിച്ച് അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്തതെങ്കിലോ ഈ ആൾ പൈസ തന്നില്ല എന്നതുകൊണ്ട് നമുക്ക് മനപ്രയാസം ഉണ്ടാവില്ല. അടുത്ത വാതിൽ നമ്മൾ നോക്കും. അള്ളാഹു ഏതെങ്കിലും ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ടാവും. ആ വാതിലിനെ നമ്മൾ നിരന്തരം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടുണ്ടാവും. നമ്മൾ തളർന്നു പോവില്ല. അപ്പോൾ അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അതിനു വേണ്ടി സഞ്ചരിക്കുന്ന ഓരോ സഞ്ചാരവും അതിനു വേണ്ടിയുള്ള ഓരോ പ്രയത്നവും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തായി മാറും. അപ്പോൾ സാധാരണക്കാരുടെ ഈ തവക്കുലിനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയോടുകൂടി ആ സാധാരണക്കാരുടെ ആ തവക്കുലിൽ തന്നെ സൂക്ഷ്മത പാലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന ടെൻഷനും ബുദ്ധിമുട്ടും ബേജാറും കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് ഒഴിവാകുന്നു. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നു. അടുത്ത ഒരു വാതിൽ നമുക്ക് വേണ്ടി അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ലഭിക്കുന്നു. ഇവിടെ സാധാരണക്കാരുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭൗതികമായിരിക്കും. ഭൗതികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമായിരിക്കും എപ്പോഴും നമുക്ക് കൂടുതലുണ്ടാവുക. നമുക്കറിയാം, നമ്മളെപ്പോഴും ദുആ മജ്ലിസുകളിൽ ചെന്നാൽ അവിടെ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യമായിരിക്കുമല്ലോ. അതേപോലെ നമ്മൾ ദർഗയിൽ പോയിട്ട് മഹാന്മാരുടെ അരികിൽ ചെന്നുകൊണ്ട് അവരെ തവസ്സുലാക്കിക്കൊണ്ടോ ഇസ്തിഗാസ നടത്തിക്കൊണ്ടോ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും. നമ്മുടെ മക്കളുടെ പരീക്ഷ, അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ജോലിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ പറയാനുണ്ടാവുക, അല്ലേ? എന്നാൽ അസാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. സാധാരണക്കാരെ സംബന്ധിച്ച് ഇനിയും വിശദീകരിക്കാനുണ്ട്, അതിലേക്കൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് 3 വിഭാഗത്തെ ഞാനൊന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. കാരണം പലർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഈ 3 വിഭാഗം ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാതെ ഞാനിപ്പോൾ അത് പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ വിളിക്കും. അതേപോലെ സൃഷ്ടികളുമായും അവർക്ക് ബന്ധപ്പെടേണ്ടി വരും. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ? അവർ അസാധാരണക്കാരാണ്. അവർക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും പറയാനില്ല. ഭൗതികമായ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവുമെന്നല്ലാതെ കൂടുതലും അവരുടെ ആവശ്യം, പടച്ചോൻ എൻ്റെ ഉള്ളിൽ നന്മകൾ കാണുന്നില്ലല്ലോ, എൻ്റെ ഉള്ളിൽ തിന്മകളാണല്ലോ, എനിക്ക് അള്ളാഹുവെ നിന്നിലേക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ മേലിലായിരിക്കും അവരുടെ പരാതികൾ. ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല. അവരുടെ അലട്ടുന്നത് എപ്പോഴും അവർക്ക് അള്ളാഹുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ വിഷയത്തിലായിരിക്കും കൂടുതൽ അവർക്ക് പരാതി ഉണ്ടാവുക. എന്നാൽ ഈ പരാതി ഒന്നും സൃഷ്ടികളോട് യാതൊരു പരാതിയും അവർ പറയില്ല. അവർ പരാതി പറയുന്നത് എപ്പോഴും അള്ളാഹുവിനോടായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം. ഫൈദസ്താൻത ഫസ്തൈൻ ബില്ല, ഇദാ സഅൽത ഫസ്അലില്ല, ഫൈദസ്താൻത ഫസ്തൈൻ ബില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ വല്ല ആവശ്യവും ചോദിക്കുന്നുണ്ടെങ്കിൽ ആ
ആവശ്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. സഹായം തേടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തേടുക. മൊഹീദ്ദീൻ ഷേഖ് വഫാത്തിൻ്റെ സമയത്ത് തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മകനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അള്ളാഹുവിനെ ആശ്രയിക്കുക, അള്ളാഹു അല്ലാത്തവരോട് നീ എന്ത് ചെയ്യരുത്, തേടാൻ പാടില്ല. അതേപോലെ അള്ളാഹു അല്ലാത്ത യാതൊന്നിനെയും നീ ആശ്രയിക്കാൻ പാടില്ല. ഇത് രണ്ടാമത്തെ ലെവലിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് കോപ്പി അടിച്ചിട്ട് വേറെ ചില ആൾക്കാർ വരും, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് തവക്കുലിൻ്റെ ഏത് ലെവലാണ് എന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്ന അസാധാരണക്കാരിൽ അസാധാരണക്കാരാണ്. അവർക്ക് പരാതികളില്ല, അവർക്ക് യാതൊന്നും നീഡ്സ് ഒന്നുമില്ല. അവരെന്ന് പറഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മുന്നിൽ മയ്യത്ത് എപ്രകാരമാണോ അപ്രകാരം അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വഴിപ്പെട്ട് പൊരുത്തപ്പെട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പരിപൂർണമായും വിട്ടുകൊടുക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായി ഇഖ്തിയാറുകളില്ല, നീഡ്സ് യാതൊന്നും അവർക്കില്ല, ആവശ്യങ്ങളൊന്നും അവർക്കില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണോ ആ തൃപ്തിയിലേക്ക് അവരെ പരിപൂർണമായും എന്ത് ചെയ്തു, വിട്ടുകൊടുത്തവരാണ്. വരിളുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലുത് അവൻ്റെ തൃപ്തിയാണ് എന്നുള്ള ആ തൃപ്തിയുടെ മഹത്വം മനസ്സിലാക്കിയവരാണ് അവരാണ് യഥാർത്ഥ തവക്കുലിൻ്റെ ആളുകൾ. ആ തവക്കുല് നമുക്കുണ്ടാവണം. ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ തവക്കുലിൻ്റെ ഒന്നാമത്തെ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ തവക്കുലോടുകൂടി നമ്മൾ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നടക്കാതിരിക്കുകയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചടികൾ വരികയും ചെയ്യുന്നത് എന്തിനാ? ആ ഒന്നാമത്തെ തവക്കുല് തന്നെ നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതുപോലെ ഇപ്പം നമ്മൾ ഒരാളിൽ പരിപൂർണ വിശ്വാസം ഏൽപ്പിച്ചുകൊണ്ട് അയാൾ എന്നെ സഹായിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടൂ എന്നുള്ള വിശ്വാസത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ ഒരാളെ സമീപിക്കുന്നത്. അവിടെ ആ കാര്യം നടന്നോളണമെന്നില്ല. എന്തുകൊണ്ട് അള്ളാഹു ഇത് നടത്തി തരുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളുടെ തവക്കുൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെവിടെ സൃഷ്ടിച്ച് വിട്ടതിൻ്റെ ഉദ്ദേശം എന്താ? ബിസിനസ് ചെയ്യാനല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പഠിക്കാനോ ഇതിനൊന്നും വേണ്ടിയല്ല. അള്ളാഹു നമ്മളെ വിട്ടതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളത് അള്ളാഹു റബ്ബുൽ ആലമീനാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബുൽ മുസ്ലിമീൻ എന്നല്ല, റബ്ബുൽ ആലമീൻ എന്നാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നവനാണ് അള്ളാഹു. പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിൻ്റെ ഘട്ടമായി അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തവക്കുലിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, ഈ വീഴ്ച അള്ളാഹു നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ് അതിനെ ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മരണത്തിൻ്റെ മുമ്പ് തവക്കുലിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനായി ഇൻസാൻ കാമിലാകുന്ന രൂപത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അള്ളാഹു പരിശീലിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് പരീക്ഷണങ്ങളെയൊക്കെ പരിശീലനങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ തവക്കുലിൽ ഉണ്ടാവുന്ന പോരായ്മ ചൂണ്ടിക്കാണിക്കുകയാണ് അള്ളാഹു. അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയിൽ തവക്കുൽ ചെയ്തു എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഇനി നമ്മൾ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഒരു ആവശ്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പോലും എന്ത് ചെയ്യാം? ഇപ്പറയുന്ന പരീക്ഷണം ഉണ്ടാവാം, കാര്യം നടക്കാതെ വരാം. അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ ആ സാധാരണക്കാരുടെ തവക്കുലിൻ്റെ ലെവൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നാൽ പോരാ, അടുത്ത തവക്കുലിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറണം. അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് പരീക്ഷണം ഇട്ട് തരുന്നത്. ആ പരീക്ഷണത്തിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, എന്ത് പറ്റി, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പ്രശ്നം. മൊഹീദ്ദീൻ ഷേഖിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുന്നുണ്ടല്ലോ, കപ്പൽ മുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ മൊഹീദ്ദീൻ ഷേഖ് എങ്ങോട്ടാണ് നോക്കുന്നത്? ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇതിനകത്ത് അള്ളാഹു അല്ലാത്ത വല്ലതിനെയും ആശ്രയിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ആശ്രയം ഒഴിവാക്കുക. അള്ളാഹുവിനെ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ എങ്കിൽ ആ ആശ്രയം പൂർണ്ണമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇങ്ങനെ പരിശോധിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തവക്കുലിൻ്റെ പരിപൂർണമായ ഉന്നത സ്റ്റേജിലേക്ക് എത്തും. അവിടെ എത്തുമ്പോഴോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അത് ഔലിയാക്കളുടെ ദറജയാണ്. അവിടെ അവർക്ക് പേടിയുമില്ല, ദുഃഖവുമില്ല, ഭൗതികമായിട്ടുള്ള യാതൊന്നും അയാളെ അലട്ടുന്നില്ല. ടെൻഷനില്ലാതെ, മനപ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ജീവിതം. ബുദ്ധിമുട്ടുകളില്ല എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരുടെ കാഴ്ചയിൽ പല ബുദ്ധിമുട്ടും ഇയാൾ അനുഭവിക്കുന്നതായിട്ട് കാണും. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ നോക്കി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു തീയാണത്. ആ തീയിലേക്ക് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബിയോട് ജിബ്രീൽ അലൈഹി സ്വലാം ഒന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് നബി തങ്ങൾ പറയുന്നത്, നിങ്ങളോട് എനിക്കൊരു ആവശ്യവും പറയാനില്ല. അള്ളാഹ്ക്ക് കാണുന്നില്ലേ ഇത് തീയാണ്, തീയുടെ സ്വഭാവം കരിയിക്കുന്നതാണ് എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ?
പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം അതാണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ആ ഉദ്ദേശത്തിന് പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്. മനസ്സിലായ? അപ്പോൾ ആ തീയിലേക്ക് വലിച്ചെറിയുമ്പോഴാണ് അള്ളാഹു പറയുന്നത് എന്ത്? ഖുൽനായാനാറുക്കൂനി ബർദം വസ്സലാമൻ അല ഇബ്രാഹിം. ആ പരീക്ഷണത്തിന് നിന്ന് കൊടുത്തപ്പോഴാണ് ആ തീയിനെ അത്ഭുതകരമായിട്ട് ആ തീയിനെ തണുപ്പും രക്ഷയുമാക്കി കൊടുക്കുന്നത്. നോക്കി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമോ അത് തീയാണ്, അത് അനുഭവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളമോ അത് തണുപ്പും രക്ഷയുമാണ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ തവക്കുലിൻ്റെ ഉന്നതമായ ഘട്ടത്തിലുണ്ടാവും, നിങ്ങൾ വലിയ പരീക്ഷണത്തിലാണ് എന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്, പ്രയാസത്തിലാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ നിങ്ങൾ ഈ തവക്കുലിൻ്റെ ഉന്നത ഗ്രേഡിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കതൊരു പരീക്ഷണവുമല്ല, അതൊരു ബുദ്ധിമുട്ടുമല്ല, അതൊരു പ്രയാസവുമല്ല. അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും നിങ്ങളിൽ വെളിവാകുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം നിങ്ങൾക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. പരിഭവങ്ങൾ മാഞ്ഞു പോകുന്ന ഒരു മേഖലയാണത്. എണ്ടും ഫിറൈ കൈഫ പുറപ്പെടാതെ ഖദിക്കും യക്കീനില്ല ഇതിൻ്റെ മീതെ ബിണ്ടെ യക്കീനിന് ഫനാ എന്ന് ഫേരെ ഉലമാക്കൾക്ക് വലിയിടുന്നു. അവിടെ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമില്ല, മറ്റ് ആവശ്യങ്ങൾ അയാൾക്കില്ല. എല്ലാം കൊണ്ടും അള്ളാഹുവിൽ പരിപൂർണമായി തൃപ്തി പ്രാപിച്ചവൻ, അള്ളാഹുവിൽ പരിപൂർണമായി അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴിപ്പെട്ടു കൊടുത്തവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വളരെ വലിയ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന സമയത്ത് ഈ പട്ടിണി മാറ്റിത്തരാൻ വേണ്ടി, ഈ ദാരിദ്ര്യം മാറ്റിത്തരാൻ വേണ്ടി കുന്നോളം ഒരു മല മുഴുവൻ സ്വർണ്ണമാക്കി കൊടുക്കാമെന്ന് ഏറ്റപ്പോഴും വേണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. കാരണം അത് അല്ല അവരുടെ ആവശ്യം, അതല്ല. നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ ഈ ലോകത്തേക്ക് വിട്ടതിൻ്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലുള്ള ഈ മനോഹരമായ വിഭവങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി നമ്മളെ വരവേൽക്കാൻ വേണ്ടി, നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി. നമ്മൾ ആ അലങ്കാരങ്ങളുടെ പിറകെ ഓടിയാൽ ശരിയാവുമോ? നമ്മളിങ്ങോട്ട് വിട്ടവൻ, ഇതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ആ അള്ളാഹുവിലാണ് നമ്മളെപ്പോഴും തവക്കുല് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇവിടെ തവക്കുലിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് പോലും നമ്മൾ വിവരിച്ച് തീർന്നിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ആ ഒന്നാമത്തെ ലെവലിനെ ആയിരിക്കും നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം പലർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അടുത്ത സ്റ്റേജുകളൊക്കെ എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് പെട്ടെന്നങ്ങ് പറഞ്ഞു കഴിച്ചേക്കാം എന്ന് കരുതിയിട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ കമൻറ്റ് ബോക്സിൽ പലരും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 വിഭാഗത്തെ സംബന്ധിച്ചിട്ടൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ആയത്തും ഹദീസുകളും ഇമാമിങ്ങളുടെ ഉദ്ധരണികളും എല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു ഏറ്റവും ഉന്നതമായ തവക്കുലിൻ്റെ അഹിലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.